ഹായ് ഫ്രണ്ട്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അഥവാ NSEയിൽ ധാരാളം ഇൻഡെക്സുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും ETF-കളും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് അഥവാ സ്റ്റോക്കുകളുടെ ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റോക്കുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക കാറ്റഗറിയിൽ സെലക്ട് ചെയ്തുകൊണ്ട് അതിനൊരു കൂട്ടമാക്കി തരംതിരിച്ച് അതിനെ ഓരോ ഇൻഡെക്സിലും ഉൾപ്പെടുത്തി അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് ഒരു കൃത്യമായ മാർക്കറ്റ് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് NSE ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറിയിലാക്കിയിട്ടുള്ള 6 ടൈപ്പ് ബ്രോഡ് കാറ്റഗറികൾ നമുക്ക് കാണാൻ കഴിയും. ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിൽ വരുന്നവയാണ് നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ്, അതുപോലെ മിഡ് ക്യാപ് 150 ഇൻഡെക്സ്, സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ്, അങ്ങനെ തുടങ്ങി കുറേ ഇൻഡെക്സുകൾ ഈ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളിൽ സ്റ്റോക്കുകളെ തരംതിരിച്ച് കൂട്ടമാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ സെക്ടോറൽ ഇൻഡെക്സുകളുണ്ട്. അതായത് ഒരു പ്രത്യേക സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളെ ഒരു കൂട്ടമായിട്ട് വെക്കുക. ഇപ്പോൾ അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫേമസ് ആയിട്ട് F&O സെഗ്മെൻറ്റിൽ കാണാൻ കഴിയും. അതുപോലെ FMCG സ്റ്റോക്കുകളെ ഒരു കൂട്ടമാക്കി നിഫ്റ്റി FMCG എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ സർവീസ് സ്റ്റോക്കുകളെ ഒരു കൂട്ടമാക്കി വെച്ചുകൊണ്ട് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് അതായത് FinNifty എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. ഇങ്ങനെ സെക്ടോറൽ മേഖലയിൽ കുറേ ഇൻഡെക്സുകളെ ഓട്ടോ ഇൻഡെക്സുകൾ അങ്ങനെ തുടങ്ങി കുറേ മെറ്റൽ ഇൻഡെക്സ് എന്നിവയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മറ്റൊരു ഇൻഡെക്സ് കൂട്ടമാണ് തീമാറ്റിക് ഇൻഡെക്സുകൾ. അതായത് ഒരു പ്രത്യേക തീം, ഇപ്പോൾ ഉദാഹരണത്തിന് മാനുഫാക്ചറിങ് തീം, അങ്ങനെ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളൊക്കെ അതിൻ്റെ ടോപ്പ് കമ്പനികളുടെ ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്. അതേപോലെ കമ്മോഡിറ്റികൾ അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനികൾ മാത്രം, ഇപ്പോൾ CPSE അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അങ്ങനെയുള്ള കമ്പനികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ എനർജി തീം മാത്രമായിട്ടുള്ള ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാതെ സ്ട്രാറ്റജി ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സുകളുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആൽഫ കമ്പനികളെ, അതായത് നല്ല റിട്ടേൺ നൽകുന്ന കമ്പനികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡെക്സ്. അതുപോലെ ലോ വളറ്റിലിറ്റി ഇൻഡെക്സ്, വലിയ തോതിൽ താഴോട്ടേക്ക് പോകാത്ത സ്റ്റോക്കുകളുടെ ഒരു കൂട്ടം, അങ്ങനെയുള്ള ലോ വളറ്റിലിറ്റി ഇൻഡെക്സ്. അതുപോലെ ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സുകൾ, ഇങ്ങനെ സ്ട്രാറ്റജി ഇൻഡെക്സുകളും ഉണ്ട്. ഇതൊക്കെ കൂടാതെ ഫിക്സഡ് ഇൻകം ഇൻഡെക്സ്, ഹൈബ്രിഡ് ഇൻഡെക്സ് എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 6 കാറ്റഗറിയിലായിട്ട് നമുക്ക് 350ഓളം ഇൻഡെക്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു NSEയുടെ ഇൻഡെക്സിൻ്റെ കൂട്ടത്തിലേക്ക് പുതിയ 4 ഇൻഡെക്സുകൾ കൂടി നിഫ്റ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 8-ാം തീയതി മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക. ഈ 4 പുതിയ ഇൻഡെക്സുകളും F&O സെഗ്മെൻറ്റിൽ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഒരു ഡെറിവേറ്റീവായിട്ട് അവിടെ ട്രേഡ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഈ 4 പുതിയ ഇൻഡെക്സുകളുടെയും പ്രത്യേകത. ഈ 4 ഇൻഡെക്സുകൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നിഫ്റ്റി ടാറ്റ ഗ്രൂപ്പ് 25% ക്യാപ് ഇൻഡെക്സ്, രണ്ടാമത്തത് നിഫ്റ്റി 500 മൾട്ടി ക്യാപ് ഇന്ത്യ മാനുഫാക്ചറിങ് 50-30-20 ഇൻഡെക്സ്, അതുപോലെ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് ഇൻഫ്രാസ്ട്രക്ചർ 50-30-20 ഉണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഹെൽത്ത് കെയർ ഇൻഡെക്സ് എന്ന് പറയുന്ന നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടി, അങ്ങനെ 4 ഇൻഡെക്സുകളാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിഫ്റ്റി ടാറ്റ ഗ്രൂപ്പ് 25% ക്യാപ് എന്ന് പറയുന്ന ഈ ഇൻഡെക്സും അതിൻ്റെ വിശദാംശങ്ങളും അത് നമ്മെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ ഗുണകരമാകുമെന്നും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു തീം ബേസ്ഡ് ചെയ്തിട്ടുള്ള ടാറ്റ സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണുക. R4Iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റയുടെ ടോപ്പ് 10 കമ്പനികളെ അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഡെക്സിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് 2 സ്റ്റോക്കുകളുണ്ടെന്ന് അറിയാം. അത് ഒന്ന് ഫുള്ളി പെയ്ഡ് ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും, മറ്റൊന്ന് DVR ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കും. അതുകൊണ്ടാണ് ഈ 10 കമ്പനികളാണ് ഇവിടെ ഈ ഇൻഡെക്സിൽ ഉള്ളതെങ്കിലും 11 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം ടാറ്റ മോട്ടോഴ്സിന് 2 സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ 11 സ്റ്റോക്കും അതിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസൾട്ടൻസിക്കാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്, 24% വെയിറ്റേജ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓർഡിനറി ഫുള്ളി പെയ്ഡിന് 16% വെയിറ്റേജും, ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനിക്ക് 14% വെയിറ്റേജും, ടാറ്റ സ്റ്റീലിന് 11% വെയിറ്റേജും, ട്രെൻഡ് എന്ന് പറയുന്ന സ്റ്റോക്കിന് 8% വെയിറ്റേജും, ടാറ്റ കൺസ്യൂമറിന് 6.35%,
ടാറ്റ പവറിന് 6.15%, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിക്ക് 4.73%, ടാറ്റ മോട്ടോഴ്സ് DVRന് രണ്ടാമത്തെ സ്റ്റോക്കിന് 2.83%, ടാറ്റ എലക്സിക്ക് 2.5%, വോൾട്ടാസിന് 2.32%, ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് വെയിറ്റേജ് കൊടുത്തതായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ IT സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസും ടാറ്റ എലക്സിയും വരുന്നത് കൊണ്ടാണ് IT സെക്ടറിൽ ഏറ്റവും അധികം വെയിറ്റേജ് നമുക്ക് 27% വെയിറ്റേജ് കാണാൻ കഴിയുന്നത്. ഇനി ഓട്ടോ സെഗ്മെൻറ്റിൽ 18.95% വെയിറ്റേജാണ് നമുക്ക് കാണാൻ കഴിയുക. ഓട്ടോ സെക്ടറിൽ ഈ പറയുന്ന ടാറ്റ മോട്ടോഴ്സും ടാറ്റ മോട്ടോഴ്സ് DVRും ചേർന്നുള്ള വെയിറ്റേജാണ് ഈ പറയുന്ന 18.95 എന്നുള്ള പെർസെൻറ്റേജ്. അടുത്ത കൺസ്യൂമർ ഡ്യൂറബിൾസിൽ 16.94% ആണുള്ളത്. അതിൽ ടൈറ്റാൻ കമ്പനിക്ക് 14.62ഉം വോൾട്ടാസിന് 2.32 ആണ്. ഇത് രണ്ടും ചേർന്നുകൊണ്ടതാണ് 16.94%. ഇനി കൺസ്യൂമർ സർവീസസ് സെഗ്മെൻറ്റിൽ 2 സ്റ്റോക്കുകളാണ്. ട്രെൻഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് 8.02ഉം ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിക്ക് 4.73%. ഇത് രണ്ടും ചേർന്നുള്ള 12.75% വെയിറ്റേജാണ് ആ സെക്ടറിലുള്ളത്. FMCG നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ മാത്രമാണുള്ളത്, അതിന് 6.35%. ഇനി മെറ്റൽ സെക്ടറിൽ ടാറ്റ സ്റ്റീൽ മാത്രമാണ്, അതിൽ 11.83%. പവർ സെക്ടറിൽ ടാറ്റ പവർ മാത്രമാണ്, അതുകൊണ്ട് 6.15%. അവിടെയുള്ള ആ സെക്ടറിൻ്റെ വെയിറ്റേജ്. അപ്പോൾ എങ്ങനെയാണ് ഈ വെയിറ്റേജ് കൊടുക്കുന്നത് എന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ട് NSEയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാനദണ്ഡം എന്ന് പറയുന്നത്, ഒന്നാമത്തത് കമ്പനികൾ ടാറ്റ കോർപ്പറേറ്റ് ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. 2, ഈ കമ്പനിയെ നിഫ്റ്റിയുടെ ടോപ്പ് 800 ലിസ്റ്റിലെങ്കിലും ഈ കമ്പനി ഉണ്ടായിരിക്കും. ഇനി ടാറ്റ കമ്പനിയുടെ പുതിയ ഏതെങ്കിലും IPO വന്നാൽ തന്നെ ഉടൻ തന്നെ ആ കമ്പനിക്ക് ഈ ഒരു ഇൻഡെക്സിൽ എൻട്രി കിട്ടുകയില്ല. ആ എൻട്രി കിട്ടണമെങ്കിൽ 3 മാസം കാത്തിരിക്കണം. എന്നിട്ട് അതിൻ്റെ ആ 3 മാസത്തെ വെയ്റ്റഡ് ആവറേജ് നോക്കിയിട്ട്, വോളിയം ആവറേജ് നോക്കിയിട്ട്, അത് ഇപ്പോൾ നിലവിലുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ മാത്രമാണ് അതിന് ഈ ഇൻഡെക്സിൽ എൻട്രി കിട്ടുക. പിന്നെ വേറൊരു നിബന്ധന ഇതിലുള്ളത്, ഒരു സ്റ്റോക്കിന് 25% കൂടുതൽ വെയിറ്റേജ് കൊടുക്കില്ല. ഇപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ പേര് തന്നെ നിഫ്റ്റി ടാറ്റ 25 ക്യാപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൂടാതെ ടോപ്പായിട്ടുള്ള 3 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 62% കൂടുതൽ അതിൻ്റെ വെയിറ്റേജ് കൊടുക്കുകയില്ല. മറ്റൊന്ന്, ഇതിൻ്റെ ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുന്നത് ഓരോ ക്വാർട്ടർലി, ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിൻ്റെ റീബാലൻസിങ് ചെയ്യും. പക്ഷേ അതിൻ്റെ കട്ട് ഓഫ് വാല്യൂ കണക്കാക്കുന്നത് 6 മാസത്തെ പീരീഡിലാണ്. അതായത് ജനുവരി 31, അതേപോലെ ജൂലൈ 31. ഈ 2 തീയതികൾ വളരെ പ്രധാനപ്പെട്ട, ഈ 2 തീയതികളായിരിക്കും ഈ ഇൻഡെക്സിൽ ചേഞ്ചസ് വരിക. ഇനി നമുക്ക് ഈ ഒരു ഇൻഡെക്സിൻ്റെ റിട്ടേൺ മറ്റ് ഇൻഡെക്സുകളുമായിട്ടൊന്ന് ചെറിയ കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ടാറ്റ ഈ പറയുന്ന 25 ക്യാപ്പിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നമുക്ക് കാണാൻ കഴിയുന്നത് 65%. നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 28% മാത്രമാണ്. അപ്പോൾ നിഫ്റ്റിയേക്കാളും ഡബിൾ റിട്ടേൺ ആണ് ടാറ്റ ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുക. അത് കൂടാതെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 സ്റ്റോക്കുകളുടെ ആ ഒരു ഇൻഡെക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തേത് 61%. അതിനേക്കാളും കൂടുതലാണ് ടാറ്റ ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ നോട്ട് ചെയ്യുക. മറ്റൊന്ന്, നിഫ്റ്റി സ്മോൾ 250 ക്യാപ്പിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 70% ആണ്. പക്ഷേ ടാറ്റേൻ്റെ ഈ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത് 65% ആണ്. അതായത് സ്മോൾ ക്യാപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ടുള്ള ഒരു റിട്ടേൺ ആണ് ടാറ്റയുടെ ഈ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം സ്മോൾ ക്യാപ്പാണ് ഏറ്റവും അധികം റിട്ടേൺ സ്വാഭാവികമായിട്ടും നൽകുന്നത്. അപ്പോൾ അതിനോടടുത്ത് പ്രത്യേകിച്ച് TCS, അതുപോലെ ടാറ്റ പവർ, ടൈറ്റാൻ പോലെയുള്ള ലാർജ് ക്യാപ്പ് കമ്പനികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഡെക്സാണ് ടാറ്റയുടെ ഇൻഡെക്സ്. അതാണ് ഇത്രയധികം റിട്ടേൺ നൽകിയിട്ടുള്ളത്. അത് വളരെയധികം ഇത്രമാത്രം എക്സലൻ്റ് ആണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ 11 സ്റ്റോക്കുകളിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ റിട്ടേൺ എത്രയാണെന്ന് നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ടാറ്റ മോട്ടോഴ്സ് DVR നൽകിയത് 217% റിട്ടേൺ ആണ്. ടാറ്റ മോട്ടോഴ്സ് 136% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ട്രെൻഡ് 187% റിട്ടേൺ ആണ്. ടാറ്റ പവർ 111% റിട്ടേൺ ആണ്.
അതുപോലെ ഇന്ത്യ ഹോട്ടൽസ് 89% റിട്ടേൺ ആണ്. ടാറ്റ സ്റ്റീൽ ഒരു വർഷത്തും കൊടുത്ത റിട്ടേൺ 56% ആണ്. ടാറ്റ കൺസ്യൂമർ 53%, വോൾട്ടാസ് 49%, ടൈറ്റാൻ കൊടുത്തിട്ടുള്ള 44% ആണ്. ടാറ്റ എലക്സി 31%. അപ്പോൾ നോക്കുക, എല്ലാ 30% മുകളിൽ 200% വരെയുള്ള ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റിട്ടേൺ. അതുകൊണ്ടാണ് ആവറേജ് റിട്ടേൺ നമുക്ക് 65% എന്നൊരു ഫിഗർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ പല AMCകളും ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഇറങ്ങിയേക്കാം. അങ്ങനെയാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കമ്പനി ഇതിൻ്റെ ETF ഇറക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ETF വാങ്ങിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ടാറ്റ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള എഫക്റ്റ് ആയിരിക്കും കിട്ടുക. റിട്ടേൺ അതേപോലെ തന്നെ ആയിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ETF മ്യൂച്വൽ ഫണ്ടോ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതിനെ ഈ 10 സ്റ്റോക്കുകളെ എത്രയാണോ ഈ ഒരു ഇൻഡെക്സിൽ ഓരോന്നിനും കൊടുത്തിട്ടുള്ള വെയിറ്റേജ്, അതേപോലുള്ള വെയിറ്റേജ് നമ്മളും കൊടുക്കുക. എന്നിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൽ ഇത് റീബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നോക്കുക, അതിലേതെങ്കിലും സ്റ്റോക്കുകൾ വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ വെയിറ്റേജ് കുറക്കുക, കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളും അത് കൂട്ടുക. ഇങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻഡെക്സിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ള വെയിറ്റേജ് വെച്ച് നോക്കിയിട്ട് നമ്മൾ ഈ ടാറ്റ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ഷെയറുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാനിവിടെ വിശദമായിട്ട് പറയാം. ഒന്ന്, ടാറ്റ മോട്ടോഴ്സ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ 60 ഷെയറുകൾ വാങ്ങിക്കണം. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ 18 ഷെയറുകൾ വാങ്ങിക്കണം. ടാറ്റ കൺസൾട്ടൻസി TCS ആണ് വാങ്ങുന്നതെങ്കിൽ 20 ഷെയർ വാങ്ങുക. വോൾട്ടാസ് 6 എണ്ണം വാങ്ങാം. ട്രെൻഡ് 6 എണ്ണം വാങ്ങാം. ടാറ്റ സ്റ്റീൽ 232 സ്റ്റോക്കുകൾ വാങ്ങാം. അതുപോലെ ടാറ്റ പവർ ആണെങ്കിൽ 48 സ്റ്റോക്കുകൾ വാങ്ങാം. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ആണെങ്കിൽ 25 സ്റ്റോക്കുകൾ വാങ്ങാം. ടൈറ്റാൻ സ്റ്റോക്ക് ആണെങ്കിൽ അത് 12 സ്റ്റോക്കുകൾ വാങ്ങാം. ടാറ്റ എലക്സി ആണെങ്കിൽ 1 സ്റ്റോക്ക് മാത്രം വാങ്ങാം. അങ്ങനെ നോക്കുമ്പോൾ, അതായത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണുകയും അതിൻ്റെ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള എണ്ണമാണ്. അപ്പോൾ ആ വെയിറ്റേജ് നമുക്ക് കാണാം. ഇപ്പോൾ ടാറ്റ എലക്സിക്ക് 2.5% വെയിറ്റേജ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ടാണ് 1 സ്റ്റോക്ക് മാത്രമായി പോയത്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിന് 18% ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ എണ്ണം കൂടാൻ കാരണം. ഇപ്പോൾ ടാറ്റ സ്റ്റീലിന് 11% ഉള്ളത്. പക്ഷേ ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ടാണ് നമുക്ക് ടാറ്റ സ്റ്റീൽ കൂടുതൽ വാങ്ങാൻ പറ്റുന്നത്. 232 എണ്ണം വാങ്ങാം. അപ്പോൾ ഇതാണ് ആ നിഫ്റ്റിയെ നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു ടാറ്റ ഇൻഡെക്സിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തണമെങ്കിൽ 3,18,866 രൂപ നിങ്ങൾക്ക് ചിലവാകും ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ. നാളെ ചിലപ്പോൾ വേറെ റേറ്റ് ആയിരിക്കാം. അപ്പോൾ നിഫ്റ്റി കൊടുത്ത റിട്ടേൺ 30% ആണെങ്കിൽ ഇത് കൊടുത്ത റിട്ടേൺ 60%. നേരെ ഡബിൾ റിട്ടേൺ ആണ് ലഭിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50യേക്കാളും ഡബിൾ റിട്ടേൺ നൽകുന്നു എന്നുള്ള രീതിയിൽ ടാറ്റ ഇൻഡെക്സ് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ഇൻഡെക്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ക്യാപിറ്റൽ ഇപ്പോൾ 3,18,866 നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾ ഈ അതിൻ്റെ നേരെ പകുതി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെ നേരെ ഹാഫാക്കാൻ പറ്റും. പക്ഷേ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റ എലക്സി നമ്മൾ 1 സ്റ്റോക്ക് വാങ്ങണം. അപ്പോൾ അത് പകുതിയാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതൊരു സ്റ്റോക്ക് വാങ്ങേണ്ടത് കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ 3 ലക്ഷം ആയത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുക. നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.